ചതയം, തിരുവാതിര, തൃക്കേട്ട, മകം, പുണർദം, അനിഴം, പൂരാടം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപായി സംഭവിക്കുവാൻ പോവുകയാണ്. അതായത് ഇനി ഈ ജൂൺ മാസം അവസാനിക്കുവാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ അതിശയിപ്പിക്കുന്നവയാണ്. അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതിനു ശേഷം ഇത്രയും കാലത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും ഇനിയുള്ള ഈ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപായി നടക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ വളരെയധികം ശുഭകാര്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് രാജയോഗ തുല്യമായ സമയമാണ് വന്നു ചേരുന്നത്. എന്നാൽ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത കഷ്ടകാലവും നിങ്ങളെ പിന്തുടരാത്ത ഭാഗ്യക്കേടുകളും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ചതയം നക്ഷത്രക്കാരായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികളുടെയും മനസ്സിൽ കൂടി 100 കൂട്ടം പ്രശ്നങ്ങളും 100 കൂട്ടം വിഷമങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വട്ടം കറങ്ങുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതായത് നിങ്ങളൊരു പ്രശ്നം പരിഹരിക്കുവാനായി ശ്രമിക്കുമ്പോൾ അതിനു പുറകെ അതിലും വലിയ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിങ്ങളോട് ആത്മാർത്ഥമായി ഒരു സ്നേഹം കാണിക്കുവാനോ ഒരു നല്ല വാക്ക് പറയുവാനോ പോലും ചുറ്റും ആരുമില്ലാത്ത അവസ്ഥയിലാണ് മിക്ക ചതയം നക്ഷത്രത്തിലുള്ള വ്യക്തികളും ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ജൂൺ മാസം കഴിയുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. പ്രത്യേകിച്ച് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങളുടെ വരുമാന സ്രോതസ്സിൽ ഏറ്റവും മികച്ച ചില കാര്യങ്ങളും അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുൻപിൽ തലയുയർത്തി നിന്ന് ജീവിത നേട്ടങ്ങൾ കൊണ്ട് ഒരു രാജാവിനെ പോലെ ജീവിക്കുവാനുള്ള എല്ലാ യോഗവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൈവരുന്നുണ്ട്. ഇനി രണ്ടാമതായി ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപായി വളരെ വലിയ രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റും ആത്മാർത്ഥമായി നിങ്ങളുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്നവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ പതനം കാണുവാൻ നോക്കിയിരിക്കുന്നവരാണ് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല നിങ്ങളെ വെറും ശാപവാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയും പ്രാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് കൂടുതൽ ആളുകളും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും
ദോഷവാക്കുകളും നിങ്ങളുടെ ജീവിതത്തെ ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. കാരണം പല കാര്യങ്ങളിലും ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ കഴിയാതെ എന്തെന്നില്ലാത്ത കാര്യതടസ്സങ്ങളും പ്രതിസന്ധികളും നിങ്ങളിൽ നേരിടുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതൊക്കെ തന്നെയാണ്. എന്നാൽ എത്ര വലിയ ശത്രുക്കളുടെയും പ്രാക്കും ദോഷവാക്കുകളും നിങ്ങൾക്ക് നേരെ വന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ശുഭകാര്യങ്ങൾക്ക് തടയിടുവാൻ കഴിയില്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത. പ്രത്യേകിച്ച് ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പരിഹാരം കണ്ടേ മതിയാകൂ എന്നുള്ള ചില പ്രശ്നങ്ങളും നിങ്ങളുടെ മുൻപിലുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അപ്രത്യക്ഷമാവുകയും ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുള്ള കുടുംബത്തിലും ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള കാര്യം അച്ചിട്ടാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഉയർച്ചകളുടെ തുടക്കമെന്നോണമുള്ള പല കാര്യങ്ങളും ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കുക. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടങ്ങളും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഇനി ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിരവധി മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രക്കാരായി വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ മനപ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും നിങ്ങൾ മനസ്സിൻ്റെ ധൈര്യം കൈവിടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്. കാരണം നിങ്ങൾ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടുകളും ജീവിത പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും ചെറുതൊന്നുമല്ല. ജീവിതം തന്നെ ഇല്ലാതായി പോകുമെന്ന് പലവട്ടം നിങ്ങൾക്ക് തോന്നിപ്പോയിട്ടുള്ള സാഹചര്യങ്ങൾ നിരവധി നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ചു മാത്രമാണ്. അതിൽ തന്നെ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇതുവരെ സന്തോഷമുള്ള ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നു തന്നെ പറയാം. എന്നും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രം. സാമ്പത്തികമായ പ്രശ്നങ്ങളും കടത്തിന്മേൽ കടവും മാത്രമല്ല, മനസമാധാനം പോലും നശിക്കുന്ന നിരവധി കാര്യങ്ങളാണ് നിങ്ങളുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് തന്നെ നാളുകളായി. പക്ഷേ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ജൂൺ മാസം വെറുതെ അവസാനിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. കാരണം ഓരോ ദിവസവും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഇതുവരെ കാത്തിരുന്നുവെങ്കിലും ഇതുവരെ ജീവിതത്തിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപുള്ള ഏതാനും ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്ന തരത്തിലുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് കൈവരുകയും ചെയ്യും. മാത്രമല്ല, പല പുതിയ അവസരങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു അവസരങ്ങളെയും നിങ്ങൾ നിസ്സാരമായി കാണുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപ് ഇതുവരെ പരിചയമില്ലാത്ത ചില പുതിയ വ്യക്തികളെ പരിചയപ്പെടുവാനും അവരെ പരിചയപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. എന്തുകൊണ്ടും
വളരെയധികം ഈശ്വര കടാക്ഷവും ഭാഗ്യത്തിൻ്റെ തുണയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തന്നെ തിരിച്ചറിയുവാൻ നിങ്ങളാൽ കഴിയുന്ന ഒരു സമയമായിട്ടാണ് ഇനി വരുന്ന ദിവസങ്ങളെ കണക്കാക്കേണ്ടത്. ഇനി നാലാമതായി, വളരെയേറെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ശുഭ അനുഭവങ്ങളും ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപായുള്ള സമയത്ത് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഉള്ള എല്ലാവിധ ഭാഗ്യങ്ങളും തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ പൊതുവെ ഭാഗ്യമുള്ളവരും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ നേട്ടങ്ങൾ കൊണ്ടുവരുന്നവരും ആണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിലും അവരവരുടെ സ്വന്തം ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ പല വിധത്തിലുള്ള കാഠിന്യമേറിയ പ്രശ്നങ്ങളിലൂടെയാണ് ജീവിതത്തിലുടനീളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ നക്ഷത്രം നൽകേണ്ടതായിട്ടുള്ള ഒരു ഭാഗ്യവും ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കുവാനുള്ള യോഗം മിക്ക ആളുകൾക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടകാലം പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഭഗവാനോട് മിക്കപ്പോഴും ചോദിക്കാറുണ്ടെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതായത് മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഉള്ളവരാണ്. മാത്രമല്ല ജീവിതത്തെ ഒന്ന് നല്ല രീതിയിൽ കരയ്ക്കെത്തിക്കുവാൻ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. എന്നാൽ നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ അധ്വാനമെല്ലാം ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുന്ന സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ ഇതുവരെ കടന്നു വന്നത്. ഇത്രയും കാലം അധ്വാനിച്ചിട്ടും ഒന്നും തന്നെ സമ്പാദ്യമായില്ല. അതുപോലെ തന്നെ പല വ്യക്തികൾക്കും കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും കുടുംബ ബന്ധങ്ങളിലും പല വിധത്തിലുള്ള അനിശ്ചിതത്വങ്ങളും ദുരിതങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളുമാണ് നിലനിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇതുവരെ കടന്നു വന്നിരുന്ന അവസ്ഥകൾ എത്ര ദുർഘടം നിറഞ്ഞതായിരുന്നുവെങ്കിലും ഇനി അങ്ങോട്ടുള്ള ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ സുവർണ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്നവയായിരിക്കും. അതായത് നിങ്ങളുടെ ഭാവിയെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ മാത്രമല്ല, മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള കുടുംബത്തിന് വരെ ഈ ഉയർച്ചകളുടെ ശുഭഫലങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുള്ള ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ പല വിധത്തിലുള്ള മംഗളകാര്യങ്ങളും ജീവിത വിജയങ്ങളും ആ ഭവനത്തിലുള്ളവരും ഈ മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും കരസ്ഥമാക്കുമെന്നുള്ള കാര്യം ഫലത്തിൽ വ്യക്തമാണ്. ഇനി അഞ്ചാമതായി, വളരെ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ജ്യോതിഷ ഫലങ്ങളനുസരിച്ച് ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ജീവിതത്തിൽ കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുമ്പോൾ ജീവിതമൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കുവാൻ പല പരീക്ഷണങ്ങൾക്കും മുതിർന്നിട്ടുണ്ടെങ്കിലും ഒന്നിലും ഒരു വിജയം കാണുവാൻ നിങ്ങൾക്ക് കഴിയാത്ത പല സമയങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചിട്ട് അതിലൂടെ ചില വലിയ തുകകൾ സാമ്പത്തിക നഷ്ടവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും അതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്നും കടം വാങ്ങിയവരിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടവും ഉയർച്ചയും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരു കാര്യം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടാലും അതിലെല്ലാം കാര്യതടസ്സങ്ങളാണ് നിങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് പുണർദം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾക്കും
അതുപോലെ തന്നെ പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനത്തിനും ഏറ്റവും മികച്ച തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ കൈവരുന്നത്. അതായത് നിങ്ങൾ എന്തൊരു കാര്യം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതെല്ലാം ഏറ്റവും വിജയകരമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു സമയത്ത് നിങ്ങളാൽ കഴിയും. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണർദം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് ബിസിനസ്സിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ലാഭം കൈവരിക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ പുതിയ ജോലിയൊക്കെ നേടിയെടുക്കുവാൻ പുണർദം നക്ഷത്രക്കാരിൽ യോഗം നിലനിൽക്കുകയും ചെയ്യുന്ന സമയമാണ് ഇത്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള സൗഭാഗ്യം നിറഞ്ഞ കാര്യങ്ങളും മംഗളകാര്യങ്ങളും സന്തോഷമുളവാകുന്ന കാര്യങ്ങളും മനസ്സമാധാനം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ അധികമായി ഈ ജൂൺ മാസം കഴിയുന്നതിന് മുൻപ് തന്നെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ കഴിയും. ഇന്നത്തെ അധ്യായം കാണുന്നവരിൽ പുണർദം നക്ഷത്രക്കാരല്ലാതെ പുണർദം നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും വ്യക്തികളുടെ പ്രിയപ്പെട്ടവരാണ് ഇത് കാണുന്നതെങ്കിൽ പോലും നിങ്ങൾ മറക്കാതെ അവരോട് ഈ ഒരു സന്തോഷ വാർത്ത പറഞ്ഞറിയിക്കുക തന്നെ വേണം. അത് അവർക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചെയ്യുവാൻ ഒരു പ്രചോദനമായിരിക്കും. ഇനി ഈ ജൂൺ മാസം തീരുന്നതിന് മുൻപായി തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ ആശ്ചര്യത്തോടെ ചിന്തിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും നടുവിലും ഈ ഒരു കാര്യം നടന്നു കിട്ടിയിരുന്നെങ്കിൽ ജീവിതം ഒന്ന് രക്ഷപ്പെട്ടേനെ എന്ന് നിങ്ങൾ മനസ്സിൽ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന ഒരു സമയമാണിത്. അതായത് ഇത്രയും നാൾ നിങ്ങൾക്ക് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാൻ പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളിൽ ഇത്രയധികം നിലനിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടും. അതോടൊപ്പം തന്നെ ചില സർക്കാർ പരീക്ഷകളൊക്കെ എഴുതുവാനിരിക്കുന്ന അനിഴം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാനത്തെ ഒരു മാർഗമെന്നോണമാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയെ കാണുന്നത്. അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ശുഭസമയമാണ്. ഏറ്റവും മികച്ച ഒരു ഫലം തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുകയും ഇതിന് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് തലപുകയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രതിസന്ധിയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുന്ന സമയമാണ് ഇത്. പ്രത്യേകിച്ച് കടബാധ്യതകൾ കൊണ്ട് സ്വന്തം വീട് വരെ ജപ്തിയിലാകുമെന്ന് ഭയപ്പെട്ട് കഴിയുന്ന ചില അനിഴം നക്ഷത്രത്തിൽ പിറന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാമ്പത്തിക വഴി ഉടനടി നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ മറ്റുള്ള അനിഴം നക്ഷത്രക്കാർക്കും സാമ്പത്തിക ഉയർച്ചകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ ശുഭകാര്യങ്ങളും ഈ ഒരു സമയത്ത് നടക്കും. ഇനി ഏഴാമതായി ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വളരെ വലിയ ജീവിത നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നവരും നിങ്ങളുടെ ഒപ്പം നിന്നവരുമായിരുന്ന പല വ്യക്തികളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ലാതെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ആജന്മ ശത്രുക്കളാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ നാശം കാണുവാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിലും അത്തരത്തിൽ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന നിങ്ങളുടെ ദോഷം ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ തലയുയർത്തി ജീവിത വിജയങ്ങളിലൂടെ
പല വിധത്തിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കുന്ന തരത്തിലുള്ള ഭാഗ്യസമയമാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ജീവിതത്തിൽ ഇനിയും തോറ്റിട്ടില്ല എന്നും നിങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല എന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഐശ്വര്യങ്ങളും സർവ സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ കുറിച്ചു വെച്ചോളുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും അനുഭവിക്കുവാൻ പോകുന്ന 8ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. എന്നാൽ ഇന്നത്തെ ഒരു അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ജീവിതം ഇതുവരെ കഴിഞ്ഞു പോയത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി സന്തോഷത്തോടെ ചിന്തിക്കുവാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നിങ്ങൾ കഷ്ടപ്പെടുവാനുള്ളതൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, നിരന്തരം അധ്വാനിക്കുന്നുമുണ്ട്. എന്നാൽ അതിൻ്റേതായ ഒരു നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭവനത്തിലും കാണുവാനില്ല. അതായത് എല്ലാ ഭാഗ്യവും തടസ്സപ്പെട്ട് എല്ലാത്തിനും ഒരു കാര്യതടസ്സം നിങ്ങൾക്ക് വന്നു നേരിടുന്നു. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങളിൽ നിന്ന് അകന്ന് ജീവിത മേഖലകളിൽ ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഈ മാസം അവസാനിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. തീർച്ചയായും എല്ലാവിധ ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് വന്നു ചേരുക തന്നെ ചെയ്യും. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.